ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മീലാണ്, ഫിഷ് വെജിറ്റബിൾ റൈസ്. നല്ലൊരു മീലാണിത്, വളരെ ഡെലീഷ്യസുമാണ്, ഹെൽത്തിയുമാണ്. ഫിഷ് ആയതുകൊണ്ട് നമുക്ക് ബോഡിക്ക് വളരെ അത്യാവശ്യം വേണ്ടുന്ന omega-3 ഫാറ്റി ആസിഡ്സൊക്കെ ഫിഷിലാണുള്ളത്. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസിനെ വെല്ലുന്ന ഒരു ഫ്രൈഡ് റൈസ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു മീലാണിത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, ഈസിയാണ്, സിമ്പിളുമാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് ബസ്മതി റൈസിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അരി കുറച്ച് വെള്ളത്തിൽ കുതിർത്തിയിടണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊരു 4-5 പ്രാവശ്യം നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി കഴുകണം. ബസ്മതി റൈസിലൊക്കെ ഒത്തിരി പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് അത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നന്നായിട്ട് കഴുകി വാഷ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് കുതിർത്തിയെടുക്കണം. അതിനുശേഷം വെള്ളം കളഞ്ഞ് കൂടുതൽ വെള്ളം വെച്ച് ഇത് വേവിച്ചെടുക്കണം. എന്നിട്ട് വെള്ളം ഊറ്റി കളയാണ് ചെയ്യുന്നത്. വേവിക്കുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചെറുനാരങ്ങ നീരും ചേർക്കണം. എന്നിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഞാനിവിടെ 1 കപ്പ് മുള്ളില്ലാത്ത മീൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി 1 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർക്കുക, ഒരു 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഞാനിവിടെ എൻ്റെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് സോസ് ഉള്ളതുകൊണ്ട് അതാണ് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ചേർക്കുന്നത്. നിങ്ങൾ പേസ്റ്റ് ആണെങ്കിൽ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കണം. അത് ഞാൻ നേരത്തെ ഇതിൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും നിങ്ങൾ ചേർത്തേക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. മീൻ കഷ്ണങ്ങളിൽ ഇത് നന്നായിട്ട് മിക്സ് ആകുവോളം കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത്. ഈ മീനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി അത് പാകമായിട്ട് കിട്ടും. എന്നിട്ടിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 1/2 മണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയാകും. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇത് ഫ്രൈ ചെയ്യണം. മറിച്ച് തിരിച്ചിടാൻ പറ്റില്ല, ചെറിയ പീസസ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. കൂടുതൽ അങ്ങോട്ട് മൊരിഞ്ഞ് പോകാതെ മാറ്റി വയ്ക്കുക. വേറൊരു പാൻ വെച്ച് അത് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നീളത്തിൽ സ്ലൈസ് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ 1 എടുത്താൽ മതിയാകും. സവാള ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസാണ് ചേർത്തത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സോസൊക്കെ അണിയനിൽ നന്നായിട്ട് പിടിക്കോളം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ സോയാ സോസും സവാളയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞാണ് ഞാൻ ചേർക്കുന്നത്. 1 പച്ചമുളക് വലുതായിരുന്നു, അതിനധികം എരിവില്ലാത്തതായതുകൊണ്ട് 1 ഞാൻ മുഴുവനായിട്ടും ചേർത്ത്. ചെറിയ പച്ചമുളകാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. കൂടുതൽ എരിവ് വേണ്ടാത്തവർക്ക് പച്ചമുളക് ചേർക്കാതിരിക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം തക്കാളിയുടെ പകുതി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കുകയാണ് ഇതിലേക്ക്. തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യുക.
ഇപ്പോൾ തക്കാളിയിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാനൊരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കരകരപ്പായി പൊടിച്ച കുരുമുളക് പൊടിയാണ് കേട്ടോ. കൂടുതൽ അങ്ങോട്ട് നന്നായിട്ട് പൗഡറായതല്ല. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എരിവുള്ള ഐറ്റംസൊക്കെ ഞാൻ വളരെ കുറച്ച് ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. വളരെ ലെസ് സ്പൈസി ആയിട്ടുള്ള ഒരു മീലാണിത്. നിങ്ങൾക്ക് കുറച്ച് സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ എരിവുള്ള ഐറ്റംസൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിയായി അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം വലിപ്പമുള്ളൊരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി ചേർക്കാൻ പോകുന്ന വെജിറ്റബിൾസൊക്കെ ഞാൻ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അടുത്തതായി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രോസൺ പീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ 1 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നോക്കണം. കൂടുതൽ അങ്ങോട്ട് പച്ചക്കറി ചേർത്താൽ അത് ഒരു സുഖമാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കപ്പിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ആ 2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ തന്നെ ഞാൻ സ്വീറ്റ് കോണും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുണ്ടെങ്കിൽ അത് ഇതിനകത്ത് ചേർക്കാതിരിക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളതൊക്കെ കൂടുതലായിട്ടും ചേർക്കാം. പിന്നെ ഇതിലേക്ക് ബീൻസൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണ് പൊടിയായി അരിഞ്ഞ ക്യാപ്സിക്കമാണ് ചേർക്കുന്നത്. ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കം ഇതിൽ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ പൊടിയായി അരിഞ്ഞ കാബേജ് ചേർത്ത് കൊടുക്കാം. ഞാൻ കാബേജ് ലാസ്റ്റ് ചേർക്കണത് ക്യാബേജിന് അധികം വേവില്ലാത്തത് കൊണ്ടാണ്. വേവ് അനുസരിച്ചാണ് ഞാൻ ഓരോന്നും ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് ക്യാബേജ്. ഒന്ന് ചൂട് കയറിയാൽ മതി, പെട്ടെന്ന് വേകും. അതുകൊണ്ടാണ് ക്യാബേജ് ഞാൻ ഇപ്പോൾ ചേർത്തത്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഈ വെജിറ്റബിളിന് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. അപ്പോൾ ഇതിന് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. ഫിഷ് ചേർത്തിട്ട് ഈ വെജിറ്റബിളുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ ഈ മസാലയെല്ലാം ഈ ഫിഷിൽ പിടിക്കും. അതിന് വേണ്ടി ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചൂടായി കിട്ടും. പക്ഷേ അപ്പോൾ ഈ വെജിറ്റബിളിൻ്റെയൊക്കെ നിറം നഷ്ടപ്പെടും പെട്ടെന്ന്. ഇനി നമുക്കൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ കൂടുതൽ പ്രാവശ്യം കവർ ചെയ്ത് കുക്ക് ചെയ്യാതിരിക്കാനാണ് ഞാനിപ്പോൾ ഓപ്പണായിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഒരു 80% വേവിച്ച ചോറാണ് കേട്ടോ ഇത്. ഫുള്ളായിട്ട് നന്നായിട്ടൊന്നും വേവിച്ചിട്ടില്ല. നമുക്കിനി ഇതിനകത്ത് കിടന്നൊന്ന് കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കൂടുതൽ വെന്ത് പോകാതിരിക്കാൻ ഞാൻ കുറച്ച് വേവ് നിർത്തിയാണിത് ഊറ്റിയെടുത്തത് വെള്ളത്തിൽ നിന്ന്. എന്നിട്ടിത് നന്നായിട്ട് ഈ വെജിറ്റബിളും ഫിഷൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വളരെ നല്ല ടേസ്റ്റുള്ള ഒരു മീലാണ് കേട്ടോ ഇത്. ഫിഷ് ആയതുകൊണ്ട് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും വരില്ല. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച ചോറിൻ്റെ വെള്ളമില്ലേ, അത് ഒരു
1/2 കപ്പ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പാണ് കേട്ടോ, അതിൽ കൂടുതൽ എടുക്കരുത്. വെള്ളം ഒഴിച്ചതിന് ശേഷം കവർ ചെയ്തൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചോറൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഫിഷിൻ്റെ പീസസും അതുപോലെ വെജിറ്റബിളും എല്ലാം നന്നായിട്ട് സോഫ്റ്റായി ചോറുമായിട്ട് നന്നായിട്ട് മിക്സപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ നാരങ്ങാനീരൊന്ന് തളിച്ചു കൊടുക്കാം എല്ലായിടത്തോട്ടും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ക്രഷ് ചെയ്ത പെപ്പർ ചേർത്ത് കൊടുക്കാം. ഒന്ന് എല്ലായിടത്തും ഒന്ന് തൂവി കൊടുക്കാം. 1/4 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. പെപ്പറിൻ്റെ മണം ലാസ്റ്റ് വരുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്, അതൊന്ന് എല്ലായിടത്തോട്ടും ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാര വളരെ കുറച്ച് 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ മധുരം ഉണ്ടാവുന്നൊന്നും വിചാരിക്കേണ്ട. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര തൂവി കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്നല്ലേ ഈ മീൽ റെഡിയാക്കിയത്. എന്ത് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. വളരെ ഡെലീഷ്യസുമാണ്, കഴിക്കാനായിട്ട് നല്ല യമ്മി ആയിട്ടുള്ള ഒരു മീലാണിത്. അപ്പോൾ ഫിഷ് വെജിറ്റബിൾ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഡെലീഷ്യസാണ്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.